നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഈസി എവറിഡേ ഫ്രേസസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കണേ. ഇത് ഒട്ടും ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ എന്ത് വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, എല്ലാം എടുത്തിട്ട് ചറപറ ഉപയോഗിക്കുക. ഓക്കെ, ആദ്യത്തത് അത് ഞാൻ നോക്കിക്കോളാം. എങ്ങനെ പറയും? അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയില്ലേ? അത് ഞാൻ നോക്കിക്കോളാം. എടാ ഞാൻ ലേറ്റായി ഞാൻ ഇറങ്ങുക കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. സ്റ്റൗവിൻ്റെ മുകളിൽ പാലൊക്കെ തിളയ്ക്കുണ്ടാവും, പേടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. എങ്ങനെ പറയും? ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതായത് കുറേ ഇമെയിൽസ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് 10,000 ഇമെയിൽസൊക്കെ ഉണ്ടാവും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുകയല്ലേ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ, നല്ല യൂസ്ഫുള്ളായ സംഭവങ്ങളല്ലേ. അടുത്തത് അറിയിക്കണേ, എന്നെ അറിയിക്കണേ എന്ന് പറയും. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്, എന്താവും നമ്മളിങ്ങനെ ആകാംക്ഷ. അപ്പം നമ്മൾ അറിയിക്കട്ടോ, എന്താ വെച്ചാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അറിയിക്കട്ടോ, അറിയിക്കണേ എന്നൊക്കെ പറയില്ലേ. കീപ് മീ പോസ്റ്റഡ്. അതിൻ്റെ അർത്ഥം ഒരു പോസ്റ്റ് കാർഡിലെല്ലാം എഴുതി അയക്കണം എന്നല്ല, അറിയിക്കാം. എങ്ങനെ വേണമെങ്കിലും അറിയിക്കാം. എടാ അറിഞ്ഞു വന്നുകൊണ്ട് ഇങ്ങനെ അറിയിക്കാം, അല്ലെങ്കിൽ ഫോം വിളിച്ചെടാ നീ അറിഞ്ഞോ, അങ്ങനെ അറിയിക്കാം. ഇനിയിപ്പോൾ കത്ത് എഴുതണമെങ്കിൽ അത് ചെയ്യാം. എങ്ങനെയാണെങ്കിലും അറിയിക്കണം. കീപ് മീ പോസ്റ്റഡ് എന്ന് വെച്ചാൽ എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തൊക്കെ സംഭവിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഭയങ്കര ലോട്ടറി ഒക്കെ അടിച്ച് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്, ട്രാവൽ പ്ലാൻ. അപ്പോൾ കുറച്ച് സ്നേഹമുള്ള കൂട്ടുകാരനാണെങ്കിൽ ദുബായിലേക്ക് ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകാനൊരു പ്ലാനൊക്കെ ഉണ്ട്. ഇനി അതല്ല, ചിലപ്പോൾ അവൻ്റെ പ്ലാൻ അവൻ്റെ വീട്ടിൽ അവൻ തന്നെ ഉണ്ടാക്കുന്ന കഞ്ഞിയും പയറും വെച്ചിട്ടൊരു മീൽ പ്രെപ്പൊക്കെ ചെയ്ത് ഒരു പാർട്ടി ഒരുക്കുന്നതാണെങ്കിൽ അതിനൊന്നും എനിക്ക് പോകാൻ വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട് പറയാം, അവൻ്റെ പദ്ധതികൾ എന്താണെന്ന് വെച്ചാൽ അറിയിക്കണേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വരുന്നില്ല, കഞ്ഞിയും പയറല്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ദുബായിക്ക് ട്രിപ്പ് പോകണമെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ കീപ് മീ പോസ്റ്റഡ്, ലെറ്റ് മീ നോ ഹിസ് പ്ലാൻസ്. കീപ് മീ പോസ്റ്റഡ്, അറിയിക്കണേ, മിസ്സാവരുതല്ലോ. ദുബായിക്കൊക്കെ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ട്. കീപ് മീ പോസ്റ്റഡ്. ഓക്കെ, ഇനി എങ്ങാനും എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻ കേസ്. ഇനി എങ്ങാനും കേട്ടോ, ഇനി എന്തെങ്കിലും ഒരു കേസ്, ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇനി എങ്ങാനും സംഭവിച്ചാലോ എന്ന് പറയില്ലേ, മഴ എങ്ങാനും പെയ്താലോ, കുട എടുത്തോളൂ, അംബ്രേല എടുത്തോളൂ. എങ്ങനെ പറയാ? ടേക്ക് എൻ അംബ്രേല ജസ്റ്റ് ഇൻ കേസ് ഇറ്റ് റെയിൻസ്. എങ്ങാനും മഴ പെയ്താലോ കുട എടുത്തോളൂ. അപ്പം നമുക്ക് ഉറപ്പില്ല, പക്ഷെ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ടേക്ക് എൻ അംബ്രേല ജസ്റ്റ് ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ആളെ ഇറങ്ങാൻ നിൽക്കുക, അപ്പം നമ്മൾ കുട എടുത്തിട്ട് ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം അറിയാം കുട എടുക്കുന്നത് എന്തിനാ, കുർബാനയ്ക്ക് പോകാനല്ല, മഴ പെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അറിയാം. അപ്പം അതുകൊണ്ട് മുഴുവൻ പറയേണ്ട പോലും കാര്യമില്ല. ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാശ് എടുത്തിട്ട് ജസ്റ്റ് ഇൻ കേസ്, അത്യാവശ്യം വന്നാലോ, ജസ്റ്റ് ഇൻ കേസ്, ജസ്റ്റ് ഇൻ കേസ്, മറക്കില്ലല്ലോ. അടുത്തത് ഒരു ഫ്യൂച്ചറിൽ ഒരു പ്ലാൻ സംഭവിക്കാൻ പോവാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്നിട്ട് എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സംതിങ്. അപ്പം നാളെ ഞാൻ നിങ്ങളെ കാണാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വാവ് എന്ത് രസമായിരിക്കും നമ്മൾ അങ്ങനെ കുറേ ഫ്രണ്ട്സാണ്, പക്ഷെ നമ്മളിത് കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറയാം, കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു ടുമോറോ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു ടുമോറോ എന്ന് പറയാനൊരു ചാൻസ് ഉണ്ട്. ഇത് എപ്പോഴും മീറ്റിംഗ് ING ഫോം വരണം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു ടുമോറോ. ഓക്കെ, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഡൂയിങ് സംതിങ്. ഓക്കെ, ആ രീതിയിലാണ് പറയേണ്ടത്. അടുത്തത് നമ്മൾ പൊതുവെ വളരെ നന്ദിയുണ്ടെന്ന് പറയില്ലേ, അതിന് താങ്ക് യു എന്ന് പറയും. അതിന് പകരം കുറച്ചുകൂടെ ഒരു ഫോമലായിട്ട് പറയുന്ന സംഭവമാണ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അപ്രീഷിയേറ്റ് എന്ന് വെച്ചാൽ ഭലേ ഭേഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്രീസിയേഷൻ കൊടുക്കുന്നത് മാത്രമല്ല, താങ്ക് യു പറഞ്ഞ പോലെ ആ ഹെൽപ്പ് ചെയ്തതിന് നന്ദി, താങ്ക് യു എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് നമുക്ക് എടുക്കാൻ ആ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല ഓഫീസിൽ നിന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ മക്കളും അതേ ക്ലാസ്സിലാണ് പഠിക്കണം. അപ്പോൾ ഫ്രണ്ടിനോട് പറഞ്ഞു, ഒന്ന് എൻ്റെ കുട്ടികളെ കൂടെ എടുക്കുമോ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം സ്കൂളിൽ, ഒന്ന് അവരെ കൂടെ എടുക്കുമോ. അപ്പോൾ അവരെടുത്തു. അപ്പം നമ്മൾ പിന്നീട് വർക്ക് കഴിഞ്ഞിട്ടോ ഭയങ്കര ക്രിട്ടിക്കലായൊരു വർക്ക് വന്നു. നിങ്ങൾ ഡോക്ടറാണ്, അപ്പോൾ പെട്ടെന്ന് ഒരു സർജറി വന്നു. കുട്ടിയുടെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞു, ഒന്ന് എടുക്കുമോ കുട്ടീനെ, ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ഒരു അരമണിക്കൂർ നിർത്തിയാൽ മതി, അപ്പോഴേക്കും സർജറി കഴിഞ്ഞിട്ട് വരാം. എന്താല്ലേ സീൻസ്. അപ്പോൾ അവിടെ സർജറി, ഇവിടെ പാല് കാച്ചൽ, ആ ടൈപ്പാണ്. അപ്പോൾ അവസാനം ഞാൻ ഇതൊക്കെ സർജറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ കുട്ടികളെ എടുക്കാൻ പോകും. അപ്പോൾ ഞാൻ പറയും, താങ്ക്സ് ഫോർ പിക്കിംഗ് അപ്പ് ദ കിഡ്സ്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ആ ഹെൽപ്പിന് വളരെ നന്ദി, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയില്ലേ, എന്ന് പറയാ, ലെറ്റ് മീ തിങ്ക്, ഞാൻ ആലോചിക്കട്ടെ, ലെറ്റ് മീ തിങ്ക്. പക്ഷേ ഒത്തിരി സമയം വേണം എനിക്കൊന്നത് ആലോചിക്കാൻ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്തിരി സമയം വേണം. അതിനുള്ള അർത്ഥമാണ് ലെറ്റ് മീ തിങ്ക്. പോലീസ് ചോദിക്കുകയാണേ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ എവിടെയാണ് അവനെ കണ്ടത്? ഒന്ന് ആലോചിച്ചിട്ട് പറയാമല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ലെറ്റ് മീ തിങ്ക്, ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ഇവനെ എവിടെയാണ് കണ്ടത്? ഐ സോ ഹിം ഹിയർ യെസ്റ്റർഡേ, ഇവിടെ തന്നെ കണ്ടേ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാൻ പാടുള്ളൂ. പോലീസൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ പാടില്ലല്ലോ, ഒന്ന് ആലോചിക്കട്ടെ. അപ്പോൾ അത് പറയും വേണം. നമ്മളിങ്ങനെ വെറുതെ മിണ്ടാണ്ടിരിക്കുമ്പോൾ പോലീസ് വിചാരിക്കുന്നത് എന്താണ്, ഇയാളും കളയണോ? ഒരു മിനിറ്റ് സാർ, ലെറ്റ് മീ തിങ്ക്, ഒന്ന് ആലോചിക്കട്ടെ, ലെറ്റ് മീ തിങ്ക്. എന്തെങ്കിലും കാര്യം ഒരാൾ ചോദിച്ചിട്ട് നമുക്കതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് തലേന്ന് വരില്ലല്ലോ. ചില സമയത്ത് ഒന്ന് ആലോചിക്കേണ്ടി വരും, എന്തായിരുന്നു അവൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ അവനെ കണ്ടത്, ലെറ്റ് മീ തിങ്ക്, അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അടുത്തത്, നീ അങ്ങോട്ട് തീരുമാനിച്ചോളൂ എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് അപ്പ് ടു യു, നിൻ്റെ ഇഷ്ടം പോലെ, ഇറ്റ്സ് അപ്പ് ടു യു, നീ തീരുമാനിച്ചോളൂ എന്നാണ് അർത്ഥം. അപ്പോൾ വൈകുന്നേരം ഭർത്താവ് വന്നിട്ട് ഭാര്യയോട് ചോദിക്കാം, എന്താണ് ഇന്ന് അത്താഴത്തിന്? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വേണമെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോവാം. അപ്പോൾ രണ്ടായാലും നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഭാര്യ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആരാണ് ഉണ്ടാക്കേണ്ടി വരിക? ഭാര്യ അല്ലേ. നീ ആൾക്ക് താല്പര്യം ഇല്ലെങ്കിലോ ഫുഡ് ഉണ്ടാക്കാൻ, നിങ്ങൾ ഉണ്ടാക്കിയാൽ വായി വെക്കാൻ കൊള്ളൂല. അതുകൊണ്ട് ഭാര്യ സമ്മതിക്കില്ല നിങ്ങൾ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഭാര്യയുടെ അടുത്ത് നമ്മൾ പറയാണ്, എന്താണെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് തീരുമാനിച്ചോളൂ, ഇറ്റ്സ് അപ്പ് ടു യു, വി ക്യാൻ ഈറ്റ് ഔട്ട്, പുറത്ത് പോയി കഴിക്കാന്നുള്ളതിന് ഈറ്റ് ഔട്ട് എന്നാണ് പറയാം കേട്ടോ. വി ക്യാൻ ഈറ്റ് ഔട്ട് ഓർ കുക്ക് അറ്റ് ഹോം, ഒന്നുകിൽ പുറത്ത് പോയി കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാം. ഇറ്റ്സ് അപ്പ് ടു യു, നീ അങ്ങോട്ട് തീരുമാനിച്ചോളൂ. ഓക്കെ, എനിക്ക് പിടുത്തം കിട്ടിയില്ല കേട്ടോ, അതങ്ങനെ പിടുത്തം കിട്ടിയില്ല എന്ന് പറയില്ലേ, അതിന് പറയാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ല എന്ന് പറയാൻ വേണ്ടി ഐ ഡിഡൻറ്റ് ക്യാച്ച് ദാറ്റ്, ഒന്നല്ലെങ്കിൽ കേട്ടില്ല. ഇപ്പം ചില സമയത്ത് ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് എന്തെങ്കിലും ശബ്ദം, ഒരു ആംബുലൻസ് പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ വേറെ കുട്ടികൾ സംസാരിക്കുന്നതോ നമ്മൾ എനിക്ക് കേട്ടില്ല എന്ന് പറയില്ലേ, ഐ ഡിഡൻറ്റ് ക്യാച്ച് ദാറ്റ്. ഓക്കെ, അയ്യോ അതൊന്ന് റിപ്പീറ്റ് ചെയ്യുമോ, അതെനിക്ക് കേൾക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി കുഡ് യു റിപ്പീറ്റ് ദാറ്റ്, ഐ ഡിഡൻറ്റ് ക്യാച്ച് ദാറ്റ്, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇത് ഫോണിൽ തന്നെ ആവണമെന്നില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പുറകെ കൂട്ടൊരു വണ്ടി കൊണ്ട് പോയി, അപ്പോൾ സോറി കുഡ് യു റിപ്പീറ്റ് ദാറ്റ്, ഐ കുഡൻറ്റ് ക്യാച്ച് ദാറ്റ്, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, അത് പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ, കുഡ് യു റിപ്പീറ്റ് ദാറ്റ്, അങ്ങനെ പറയാം. അടുത്തത്, ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ ലെറ്റ് മീ ചെക്ക്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം നോക്കണം, പരിശോധിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ നല്ലൊരു ബിസിനസ് ട്രിപ്പിന് വന്നിരിക്കുക, അപ്പോൾ രാവിലെ ദുബായിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് തായ്ലൻഡിൽ പോയിട്ട് വേണം ലഞ്ച് കഴിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, തിരക്കിൽ നിന്ന് തിരക്കിട്ട് പായുന്നൊരു കോടീശ്വരനാണ് നിങ്ങൾ. ആ സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്, പഴയ സ്കൂൾമേറ്റ് വന്ന് ചോദിക്കുക, എടാ എനിക്കിത് നിന്നെ കാണാൻ പറ്റുമോടാ, ഞാനിവിടെ ഉണ്ട് ദുബായിൽ. അപ്പോൾ നമ്മളിന്ന് പറയും, ഞാൻ എൻ്റെ സ്കെഡ്യൂളൊന്ന് നോക്കട്ടെ, എൻ്റെ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് തായ്ലാൻഡിൽ നിന്ന് ലഞ്ച് 1 മണിക്ക് അല്ലേ, തായ്ലൻഡിലെ പ്രിൻസസിനോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഷെഡ്യൂളുണ്ട്. ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ എന്നൊക്കെ പറയാം അതിനെ. അപ്പോൾ സൗണ്ട് വരില്ല, ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ അത് സ്കെഡ്യൂൾ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയാം. ലെറ്റ് മി ചെക്ക് മൈ സ്കെഡ്യൂൾ ഫസ്റ്റ്. ഒരു മിനിറ്റ് മോനെ, ദാസപ്പൻകുട്ടി നീ വെയിറ്റ് ചെയ്യൂ. പണ്ട് നമ്മൾ ഒരേ സീറ്റിലിരുന്ന് ഉച്ചയ്ക്ക് മുമ്പ് ലഞ്ച് ബോക്സ് ഒക്കെ തുറന്ന് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ വേറെ ആളാണ്, ഞാൻ എൻ്റെ സ്കെഡ്യൂൾ ഒന്ന് നോക്കട്ടെ എന്നിട്ട് അറിയിക്കാം കേട്ടോ. ലെറ്റ് മീ ചെക്ക് മൈ സ്കെഡ്യൂൾ ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ പറയാം. അറിയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാന്ന് അങ്ങനെ പറയാൻ യു നെവർ നോ. ഒന്നും പറയാൻ പറ്റില്ല, അതാണ് ഇന്ന് കാലത്ത് അത് അവസ്ഥ അങ്ങനെ ആണ് എന്നൊക്കെ പറയില്ലേ. എന്തു നടക്കാം, എന്തു സംഭവിക്കാം എന്ന് പറയണമെങ്കിൽ യു നെവർ നോ. എളുപ്പമല്ലേ, യു നെവർ നോ. അപ്പം നിങ്ങൾ LLB കഴിഞ്ഞ ഒരു ലോയറാണ്.
അപ്പോൾ ഒരു ജോബ് വേക്കൻസി നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ആ സമയത്ത് ഒരു ഡോക്ടറുടെ പൊസിഷൻ ഇതുണ്ടെന്ന് പറയാം. MBBS ആണ് റിക്വയർമെൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്താ ഇപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ കീപ്പ് അപ്ലൈങ്, യു നെവർ നോ വാട്ട് മൈറ്റ് ഹാപ്പൻ. നിൻ്റെ LLB അത് MBBS രണ്ടിലൊരു B ഉണ്ടല്ലോ, ഇനി ഇവിടെ എടുത്താലോ ഒന്നും പറയാൻ പറ്റില്ല. അപ്ലൈ ചെയ്തോ, കീപ്പ് അപ്ലൈങ്, യു നെവർ നോ വാട്ട് മൈറ്റ് ഹാപ്പൻ അല്ലേ. അവരിലും ഡോക്ടർമാരിലും ഇടയ്ക്ക് വക്കീലിൻ്റെ ആവശ്യം വരാറുണ്ടല്ലോ. അപ്പോൾ യു നെവർ നോ, കീപ്പ് അപ്ലൈങ്. ഓക്കെ, മനസ്സിലായോ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കൈസഹായം ഉണ്ടാവുമോ, തരുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗിവ് മീ എ ഹാൻഡ്. കണ്ടോ, ഹെൽപ്പ് തരുമെന്ന് തന്നെയാണ് അർത്ഥം. ഗിവ് മീ എ ഹാൻഡ്. ഞാനിങ്ങനെ കുറേ ബാഗുകളായിട്ട് ഇങ്ങനെ കൊച്ചിൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുക. ഞാൻ ഒറ്റയ്ക്കാണ്, ലോങ് ട്രിപ്പ് കഴിഞ്ഞ്. ആ സമയത്ത് എന്നെ കണ്ട നിങ്ങൾ, എൻ്റെ ക്ലാസ്സുകൾ കേട്ട് ഇംഗ്ലീഷ് പഠിച്ച നിങ്ങൾ എന്നെ കണ്ടിട്ട് ഓടി വരികയാണ്. എന്നിട്ട് പറയാം, മിനി, എനിക്കറിയാം കേട്ടോ, കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ പറയാമെന്ന് പറയോ, ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ് വിത്ത് ദീസ് ബാഗ്സ്. ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചതെന്നല്ലേ, ഒരു കൈസഹായം ബുദ്ധിമുട്ടാവുമോ? അപ്പം ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൈ അത് തരാൻ പറ്റില്ല എന്ന് പറയരുത്. ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ് എന്ന് ഞാൻ ചോദിക്കുമ്പം ഒരു കൈ സഹായമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കൈയല്ല. ഓക്കെ, ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ് വിത്ത് ദീസ് ബാഗ്സ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ, ഈ ബാഗുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കാൻ പറ്റുമെന്നാണ്. ആ ഉന്തിക്കൊണ്ടുപോകുന്ന സാധനത്തിന് മുകളിൽ വെക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ ഏറ്റിക്കൊണ്ട് പോകുന്നു വേണ്ട, അത്രയ്ക്കൊന്നും ഞാൻ കഠിന ഹൃദയം അല്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയും. അപ്പം നിങ്ങളിങ്ങനെ 4 ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്, കം എന്ന് പറഞ്ഞിട്ട് എന്നോട് സഹായിക്കണം. ഓക്കെ, ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ് വിത്ത് ദീസ് ബാഗ്സ്. അടുത്തത്, ഈ അതങ്ങോട്ട് വിട്ടുപോയി, ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. ഒരു കാര്യം വിട്ടുപോയി മനസ്സെന്ന്, അങ്ങനെ പറയില്ലേ, ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. മനസ്സെന്ന് ഇങ്ങനെ വഴുതിപ്പോയി. ഓക്കെ, ഐ ഫൊഗോട്ട് എന്നും പറയാം, പക്ഷേ ഐ സ്ലിപ്ഡ് മൈ മൈൻഡൊക്കെ യൂസ് ചെയ്താൽ നമുക്കൊരു എനർജി വരും. ഓക്കെ, അയ്യോ ഞാനിന്ന് നിന്നെ വിളിക്കേണ്ടതായിരുന്നു അല്ലേ, ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാണും പറയാം, അയ്യോ ഞാൻ വിളിക്കേണ്ടതായിരുന്നു അല്ലേ. എങ്ങനെ പറയും, ഐ വാസ് സപ്പോസ് ടു കോൾ യു. അയ്യോ വിളിക്കേണ്ടതായിരുന്നു അല്ലേ, ഐ വാസ് സപ്പോസ് ടു കോൾ യു, ബട്ട് ഇറ്റ് സ്ലിപ്പ് മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ നിന്ന് അത് സ്ലിപ്പ് ചെയ്ത് പോയി, മറന്നുപോയി. ബട്ട് ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. ഓക്കെ, ഐ വാസ് സപ്പോസ് ടു കോൾ യു, സോറി ബട്ട് ഇറ്റ് സ്ലിപ്പ് മൈ മൈൻഡ്. മറന്നുപോയി, അത്രേ ഉള്ളൂ. ഐ ഫൊഗോട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദേഷ്യം വരും അപ്പുറത്തെ ആൾക്ക്. അല്ല, എങ്ങനെ മറന്നു, സ്ലിപ്പ് മൈ മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ദേഷ്യത്തെക്കാൾ ഇവന് ശരിക്കും ഇംഗ്ലീഷ് അറിയോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങും. മനസ്സിലായോ? അപ്പം നമ്മൾ ആ ദേഷ്യം കുറച്ച് കുറയും. ഇറ്റ് സ്ലിപ്പ് മൈ മൈൻഡ്. സഹിക്കൂ, തൽക്കാലം എന്നെ ഒന്ന് സഹിക്കൂ എന്ന് പറയാൻ ബെയർ വിത്ത് മീ എന്ന് വെച്ചാൽ ഒന്ന് സമാധാനത്തോടെ ഇരിക്കൂ, കുറച്ച് നേരം ഒന്ന് സമാധാനിക്കൂ. ബെയർ വിത്ത് മീ. ഓക്കെ, ഞാനേ ഒരു പ്രസൻറ്റേഷൻ, ഞാനൊരു വലിയ പുള്ളിയാന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രസൻറ്റേഷനൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നില്ല. ആ സമയത്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ആവുക. ആകെ ഞാൻ പറയാം, ഒന്ന് സഹിക്കൂ, ഒരിത്തിരി അത് ക്ഷമിക്കൂ എന്ന് പറയില്ലേ. ബെയർ വിത്ത് മീ while I open the presentation. Bear with me while I open the presentation. ഒന്ന് പ്രസൻറ്റേഷൻ തുറക്കണതിന് ഒന്ന് ഇത്തിരി പേഷ്യൻ്റ് ആയിരിക്കും കേട്ടോ എന്ന്. ബെയർ വിത്ത് മീ. അല്ലെങ്കിൽ ബെയർ വിത്ത് മീ while I check the books. നിങ്ങളെ എന്നാൽ 8-ാം തീയതി നിങ്ങൾക്ക് എത്ര കാശ് തന്നൊന്നും അറിയണം അല്ലേ, മിനിറ്റ് ബുക്സ്. ബെയർ വിത്ത് മീ ഫോർ എ സെക്കൻഡ് എന്നൊക്കെ പറയാം. ഒരു മിനിറ്റ് ഒന്ന് പേഷ്യൻ്റ് ആയിരിക്കും, ഒന്ന് സഹിക്കൂ എന്ന് അങ്ങനെ മലയാളത്തിൽ പറയാതെ, ഒന്ന് ക്ഷമിക്കൂ. അത് അടുത്തത്, ഇത് രസം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് എന്നാണ് അർത്ഥം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ എടുത്ത് ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരനെ അഡ്വൈസ് ചെയ്യാം. ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ എല്ലാം പരിഗണിക്കുമ്പോൾ ഹെൽത്തല്ലേ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, പൈസയെ കാട്ടും. അപ്പോൾ നിങ്ങളെല്ലാം കൊടുത്തോളൂ ഹെൽത്ത് ഇൻഷുറൻസിന് എന്ന് പറയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹെൽത്ത് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മൾ ഈ കാശൊക്കെ സമ്പാദിച്ചിട്ട് എന്തിനാ, കൊടുക്കൂ, ചിലവൊക്കെ ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ നമുക്കറിയാം ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. എവറിത്തിങ് കൺസിഡർ ചെയ്ത ശേഷം, അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. അല്ലാണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഊട്ടിക്ക് പോവാം, ലാസ്റ്റ് ട്രെയിൻ ആണെന്നുള്ള അർത്ഥമല്ല അവിടെ കേട്ടോ. അത് വരാം, പക്ഷെ ഞാൻ പറഞ്ഞ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് അർത്ഥം വരിക. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്ന് വെച്ചാൽ കൺസിഡറിങ് എവറിത്തിങ്. ഓക്കെ, എനിക്കറിയാവുന്നിടത്തോളം എന്ന് പറയാൻ ആസ് ഫാർ ആസ് ഐ നോ. ആസ് ഫാർ ആസ് ഐ നോ. നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുക, എടാ ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്
5 മണിക്ക് ആക്കിയില്ലേ, മാറ്റിയില്ലേ. പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും വരും ഉടായിപ്പായിട്ട്. അപ്പോൾ നമ്മൾ പറയാം, എനിക്കറിയാവുന്നിടത്തോളം മീറ്റിംഗ് 3 മണിക്ക് തന്നെയാണ്. ആസ് ഫാർ ആസ് ഐ നോ ദ മീറ്റിംഗ് ഇസ് സ്റ്റിൽ അറ്റ് 3. മാറ്റിന്ന് ഓരോരോ ഉടായ്പ കൊണ്ടുവരും. ആസ് ഫാർ ആസ് ഐ നോ ദ മീറ്റിംഗ് ഇസ് സ്റ്റിൽ അറ്റ് 3. ആരും ഒന്നും അറിയിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഇറ്റ് ഇസ് സ്റ്റിൽ അറ്റ് 3. ഇതൊന്നൊരു കാര്യമല്ല എന്ന് പറയാൻ വേണ്ടി ഡസൻ മാറ്റർ, ഒരു വിഷയമല്ല. ഇറ്റ് ഡസൻ മാറ്റർ, ഇമ്പോർട്ടൻ്റ് അല്ല എന്നത്. നിങ്ങളുടെ മോൻ വിളിക്കുക രാത്രി 11:30 ആയിട്ടുണ്ട്. അമ്മേ ഞാൻ ഇത്തിരി ലേറ്റായി, അയ്യോ എന്തപ്പം ചെയ്യണം, ഞാൻ അവിടെ വരണോ അതോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കിടന്നാൽ മതിയോ? അപ്പോൾ നല്ലൊരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താ പറയണമെന്ന് അറിയാം, ലേറ്റ് ആകുന്നൊരു വിഷയമല്ല. ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് യു ആർ ലേറ്റ്. വീട്ടിലേക്ക് സേഫായിട്ട് വരൂ, ജസ്റ്റ് കം ഹോം സേഫ്ലി. ബാക്കി ഞാൻ വന്നിട്ട് തരാടാ എന്ന് മനസ്സിൽ വിചാരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വരില്ല. അപ്പോൾ എന്താ പറയും, ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് യു ആർ ലേറ്റ്. ലേറ്റ് ആവുന്നൊരു വിഷയമല്ല, അതൊരു വിഷയമല്ല, അതാണ്. ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് യു ആർ ലേറ്റ്, ജസ്റ്റ് കം ഹോം സേഫ്ലി, ഐ ലവ് യു എന്നൂടെ പറയാം. എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് കുറിച്ച് വയ്ക്കുക, പോയിന്റ് മിസ്സാവരുത് നമ്മൾ പറയുമ്പോഴേ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ഇറ്റ് ഡസൻ മാറ്റർ, ഇതൊന്നൊരു വിഷയമല്ല. ഞാനേ തിരിച്ച് വിളിക്കാം അല്ലെങ്കിൽ തിരിച്ച് അറിയിക്കാം എന്ന് പറയില്ലേ, മറുപടി അറിയിക്കാം. ഇങ്ങനെ പറയാം, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. മറുപടി ഞാൻ തരാം. ഞാനേ ഒന്ന് ഡീറ്റെയിൽസ് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ. ലെറ്റ് മീ ചെക്ക് ദ ഡീറ്റെയിൽസ് ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. ലെറ്റ് മീ ചെക്ക് ദ ഡീറ്റെയിൽസ് ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അടുത്തത്, ഒരു മിനിറ്റ് എന്ന് പറയില്ലേ, ഹാങ് ഓൺ. വെയിറ്റ് ഫോർ എ മൊമെന്റ് എന്ന് പറയുന്ന അതേ അർത്ഥമാണ്, ഹാങ് ഓൺ. ഒരു മിനിറ്റ്, വേറൊരു കോൾ വരുന്നുണ്ട്, അങ്ങനെ പറയില്ല നമ്മൾ എപ്പോഴും പറയുന്നല്ലേ, അങ്ങനെ പറയാം, ഹാങ് ഓൺ, ഐ ഹാവ് അനദർ കോൾ കമ്മിങ് ഇൻ. വേറൊരു കോൾ വരുന്നുണ്ട്. ഹാങ് ഓൺ, ഐ ഹാവ് അനദർ കോൾ കമ്മിങ് ഇൻ. എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു മിനിറ്റ്, ഹാങ് ഓൺ. ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ശരിയാണ് എന്ന് പറയില്ലേ, അത് ദാറ്റ് മേക്സ് സെൻസ്, അത് ദാറ്റ് ഈസ് കറക്റ്റ് എന്നൊന്നും അങ്ങനെ പൊതുവെ നമ്മൾ കോൺവെർസേഷനിൽ ദാറ്റ് മേക്സ് സെൻസ് എന്നാണ് പറയുക. അത് ലോജിക്കലാണ് എന്നുള്ള അർത്ഥമാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ലോജിക്കലാണ്, കറക്റ്റ് ആണെന്നുള്ള അർത്ഥമാണ്. ദാറ്റ് മേക്സ് സെൻസ്. ഇതെന്താണ്, അവൻ 10 ലക്ഷം കിട്ടിയിട്ട് പിന്നെ അവൻ മുഴുവൻ എടുക്കുന്നത്, 1 ലക്ഷം പോലും നമുക്ക് തരാത്ത? അല്ല, 10 ലക്ഷം അവനടിച്ച ലോട്ടറി അല്ലേ, അത് നമുക്കിതിനെ തരുന്നത്. ദാറ്റ് മേക്സ് സെൻസ്, ശരിയാ, കറക്റ്റാണത് പറയില്ലേ, ദാറ്റ് മേക്സ് സെൻസ്. ഓക്കെ, അടുത്തത്, നെവർ മൈൻഡ്. അതൊന്നും ഒരു കാര്യമല്ല, ചിന്തിക്കണ്ട അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കണ്ട, മറന്നേക്കത്. നെവർ മൈൻഡ്. അയ്യോ നീ ഓൾറെഡി വാങ്ങിച്ചോ പാല്? ഞാനും വാങ്ങിച്ചു, സാരില്ല പറയില്ല, നെവർ മൈൻഡ്, ഞാനിത് തിരിച്ചു കൊടുത്തോളാം. ഐ വിൽ റിട്ടേൺ ദിസ്, അല്ലെങ്കിൽ ഞാനിത് കുടിച്ചോളാം. ഓക്കെ, നെവർ മൈൻഡ് എന്ന് വെച്ചാൽ സാരാക്കണ്ട, കാര്യമില്ല, കുഴപ്പമില്ല, അതൊരു നെവർ മൈൻഡ്. വളരെയധികം ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ കൂടെയുള്ള ആൾക്കാർ, മിക്കവാറും കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, നമ്മൾ ഒരു വിചാരിച്ചാലും പറഞ്ഞാലും എന്നും അവരുടെ മനസ്സിൽ കയറില്ല, വീണ്ടും അവർ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ സ്ട്രെസ് അടിക്കാണ്ട് പറയാൻ പറ്റിയ സംഭവമാണ് നെവർ മൈൻഡ്. ഇതൊന്നും വലിയ വിഷയമല്ല, അല്ലെങ്കിൽ പോട്ടെ, നെവർ മൈൻഡ്. ഓക്കെ, ഇതൊന്നും വലിയ കാര്യമില്ല അങ്ങനെ പറയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, നോ പ്രോബ്ലം, അല്ലെങ്കിൽ ഡോണ്ട് വറി എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ചാവികൾ കളഞ്ഞു പോയാ, യു ഫോർഗോട്ട് യുവർ കീസ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എത്ര കീസ് ഇരിക്കുന്നു, സ്പെയർ കീസ്, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ മനസ്സിലുണ്ടാവും, എന്നും കീസ് കളയുന്ന ആളല്ലേ നീ, നിൻ്റെ അടുത്ത് ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അതൊന്നും അവിടെ പറയരുത്. നോട്ട് എ ബിഗ് ഡീൽ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ഒന്നും കുഴപ്പമില്ല, ഇത് നമ്മുടെ ഉറ്റ സുഹൃത്തല്ലേ. അടുത്തത്, എനിക്ക് ഉറപ്പില്ല, ഐ എം നോട്ട് ഷുവർ. പക്ഷേ എന്താ ശരിക്കും എനിക്ക് അറിയില്ല, അതാണ് അർത്ഥം, ഐ എം നോട്ട് ഷുവർ. പണ്ട് നമ്മുടെ കൂടെ പഠിച്ച നല്ല മുടിയുള്ള നല്ല ഭംഗിയുള്ള അവളിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് നല്ല പിടുത്തില്ല കേട്ടോ. ഐ എം നോട്ട് ഷുവർ വേർ ഷീ ലിവ്സ് നൗ. അവളെ കാണാനോ എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ വേർ ഷീ ലിവ്സ് നൗ. അവളിപ്പോൾ എവിടെ താമസിക്കുന്നത് എനിക്കറിയില്ല. അറിയാമെങ്കിലും പറയാൻ നമ്മൾ നിൽക്കരുത്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, ഐ എം നോട്ട് ഷുവർ വേർ ഷീ ലിവ്സ് നൗ. ഐ എം നോട്ട് ഷുവർ വേർ ഷീ ലിവ്സ് നൗ. ഓക്കെ, അടുത്തത്, എന്താണ് നീ ഉദ്ദേശിക്കണത് എന്നറിയണമെങ്കിൽ വാട്ട് ഡു യു മീൻ. അപ്പം നമുക്ക്
കൃത്യമായിട്ട് അറിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കിത് പിന്നീട് സെറ്റിൽ ചെയ്യാം അല്ലേ. നീ എനിക്കെത്ര 50,000 രൂപ തരാണ്ട്, ഓക്കെ, ഇപ്പം നമുക്ക് പിന്നീട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ലേറ്റർ, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കാം, നീ പിന്നീട് എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കണേ? ഇന്ന് വൈകുന്നേരമാണോ, നാളെ കാലത്താണോ, അതോ ഒരു വർഷം കഴിഞ്ഞിട്ടാണോ? നാളെ നീ ദുബായിക്ക് പോവാണ്, പിന്നെ ഞാൻ എപ്പോൾ കിട്ടാനാണ് നിന്നെ? വാട്ട് ഡു യു മീൻ ബൈ ലേറ്റർ? ആ എക്സാക്റ്റ് ആ ടൈം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കണേ? വാട്ട് ഡു യു മീൻ ബൈ ലേറ്റർ? കേട്ടോ, വാട്ട് ഡു യു മീൻ എന്ന് വെച്ചാൽ ചിലർ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പറയാം, ഒരു 5 കൊല്ലം പ്രണയം നടിച്ച് നടക്കുകയാണ്. അതിനുശേഷം അവൻ നമ്മുടെ അടുത്ത് വന്ന് പറയാണ്, നീ എനിക്കൊരു സഹോദരിയെ പോലെയാണ്. വാട്ട് ഡു യു മീൻ? എന്താണ് ഉദ്ദേശിക്കണേ? വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, കുറേ ശ്രീധരൻ തരാവുന്ന ആരെങ്കിലും കെട്ടാന്ന് പറഞ്ഞ ഉടനെ വാട്ട് ഡു യു മീൻ എന്ന് ചോദിക്കണം. അവിടെ അത് മാത്രം ചോദിച്ചാൽ പോരാ. അതൊരു കേസ്. വേറൊരു കേസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കണേ? മനസ്സിലായേ? ഇപ്പോൾ ലേറ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ലേറ്റർ എന്ന് പറയുന്നതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കണേ? വാട്ട് ഡു യു മീൻ ബൈ ലേറ്റർ? അറിയണ്ടേ? എല്ലാം അറിയണം, കാശിൻ്റെ കാര്യമാണ്. അടുത്തത്, ഞാൻ വന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്ന് പറയാൻ, ഐ എം ഓൺ മൈ വേ. ഓക്കെ, ഞാനവിടെ 10 മണിക്ക് എത്തും, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഐ എം ഓൺ മൈ വേ, ഐ വിൽ ബി ദെയർ അറ്റ് 10, അല്ലെങ്കിൽ 10 മിനിറ്റിലെത്തും എന്ന് പറയാൻ ഐ വിൽ ബി ദെയർ ഇൻ 10 മിനിറ്റ്സ്. ഞാൻ വന്നുകൊണ്ടിരിക്കുക, ഞാൻ അതായത് വിളിക്കണ്ട, ഐ എം ഓൺ മൈ വേ, ഐ വിൽ ബി ദെയർ ഇൻ 10 മിനിറ്റ്സ്, 10 മിനിറ്റിലെത്തും എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ? പുറപ്പെട്ടിട്ടില്ല, ഇറങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന്, ഉറപ്പിച്ചോ? അത് നമുക്കറിയാം. പക്ഷെ അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആണോ 15 മിനിറ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ അതനുസരിച്ച് അത് അരമണിക്കൂറാണോ 1 മണിക്കൂറാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്, കൊള്ളാം, കേട്ടിട്ട് കൊള്ളാം, നല്ല ഐഡിയ ആണ് എന്ന് പറയുകയാണെങ്കിൽ സൗണ്ട്സ് ഗുഡ്. ഞാൻ സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞാൽ നല്ല ഐഡിയ ആണ്, ദാറ്റ് സൗണ്ട്സ് ഗുഡ്. ഓക്കെ, അല്ല ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാണ്, നമ്മൾ കാശിനിത്തിട്ടായിട്ടാണ്, മന്ദൻ്റെ ആയി, ഇപ്പോൾ സാലറി വന്നിട്ടില്ല. അപ്പോൾ അല്ല, ഞാൻ കാശ് എടുത്തോളപ്പം ദാറ്റ് സൗണ്ട്സ് ഗുഡ്. അത് കൊള്ളാം, നീ കാശ് എടുക്കുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ, നല്ലൊരു ഐഡിയ, ദാറ്റ് സൗണ്ട്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. വേറൊരു സംഭവമാണ് ഫെയർ ഇനഫ് എന്നുവെച്ചാൽ അത് ന്യായം എന്ന് പറയില്ലേ, അതാണ് ഫെയർ ഇനഫ്. ന്യായമാണ്, ന്യായം. ഒരാളോട് ചോദിക്കുകയാണ് നമ്മൾ, നിനക്ക് അവളെ ഇഷ്ടമാണോ? അപ്പോൾ അവളെ കണ്ടിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ഞാൻ ഇങ്ങനെ പറയും. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് കുറച്ചൊരു സമയം വേണം, ഐ വോണ്ട് മോർ ടൈം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, അരമണിക്കൂറായിട്ടല്ലേ അവർ പരിചയപ്പെട്ടുള്ളൂ, ഇപ്പം തന്നെ അവളെ ഇഷ്ടമാണോ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റും. ഫെയർ ഇനഫ്, ന്യായമാണ്, ന്യായം, അത് ന്യായം. ഓക്കെ, ഫെയർ ഇനഫ്. അടുത്തത് ബൈ ദ വേ എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോൾ മലയാളത്തിൽ പറയാം, അതേ പിന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, അതിന് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയ സംഭവമാണ് ബൈ ദ വേ. അതെ, നീ റിപ്പോർട്ട് തീർത്താ എന്ന് ചോദിക്കണമെങ്കിൽ ബൈ ദ വേ, ഡിഡ് യു ഫിനിഷ് ദ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഉണ്ടാക്കി കഴിഞ്ഞാൽ, ബൈ ദ വേ, അതെ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയില്ലേ, അത് ബൈ ദ വേ. നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എപ്പോഴും, പിന്നെ അതേ എന്നൊക്കെ നമ്മൾ പറയുന്നല്ലേ. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം. അപ്പം ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രേസാണ് ഇൻ ദ മീൻ ടൈം. ഇൻ ദ മീൻ ടൈം, ഇൻ ദ ഇറച്ചി ടൈം അല്ല, ഇൻ ദ മീൻ ടൈം. 20 മിനിറ്റിൽ അത്താഴം റെഡിയാവും. ആ സമയത്ത് നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഡിന്നർ വിൽ ബി റെഡി ഇൻ 20 മിനിറ്റ്സ്. ഇൻ ദ മീൻ ടൈം യു ക്യാൻ റെസ്റ്റ്. ഡിന്നർ വിൽ ബി റെഡി ഇൻ 20 മിനിറ്റ്സ്. ആ സമയത്ത് യു ക്യാൻ റെസ്റ്റ്. ഓക്കെ, അടുത്തത്, അത് ഒന്ന് ശ്രമിക്കാവുന്നതാണ് അല്ലേ എന്ന് പറയാൻ ഇറ്റ്സ് വർത്ത് എ ട്രൈ. ഇറ്റ്സ് വർത്ത് എ ട്രൈ എന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടമൊന്നുമില്ല അല്ലേ. ആ ജോലിക്ക് നീ അപ്ലൈ, നേരത്തെ പറഞ്ഞ അവർക്കാരെ MBBS ആണ് വേണ്ടത്, കുഴപ്പമില്ല, നീ LLB അപ്ലൈ, ഒരു B ഇല്ലേ, അപ്ലൈ ഫോർ ദ ജോബ്. ഇറ്റ്സ് വർത്ത് എ ട്രൈ. ഒന്ന് ശ്രമിക്കാവുന്നതാണ്. എന്തിപ്പോൾ നഷ്ടപ്പെടാനത്? അവരിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വേണ്ട, എടുത്തില്ല എന്ന് പറയും. നമ്മുടെ ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യണ്ടല്ലോ. അപ്ലൈ ഫോർ ദ ജോബ്, ഇറ്റ്സ് വർത്ത് എ ട്രൈ. ലാസ്റ്റ്, ഞാൻ തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറയാൻ ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറയില്ല, അത് തന്നെ, ഡോണ്ട് ഗെറ്റ് മീ റോങ്. എല്ലാ ദിവസവും നിങ്ങളുടെ കുട്ടികളെ ഞാൻ നോക്കണം അല്ലേ, വൈകുന്നേരം. എനിക്ക് സ്വന്തമായി ഇവിടെ 3 എണ്ണം ഉണ്ട്, അതിൻ്റെ ഒപ്പം നിങ്ങളുടെ കുട്ടികളെ കൂടെ ചെറുത്, അതും ഗജപോക്കിരികൾ. തെറ്റിദ്ധരിക്കല്ലേ, ഡോണ്ട് ഗെറ്റ് മീ റോങ്. എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ്, ഐ ലവ് കിഡ്സ്. പക്ഷേ എനിക്ക് കുറച്ച് സ്വന്തമായിട്ട് കുറച്ച് സമാധാനമുള്ള സമയം വേണം. ബട്ട് ഐ നീഡ് സം ക്വയറ്റ് ടൈം ടു.
ഡോണ്ട് ഗെറ്റ് മീ റോങ്. അയ്യോ എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഐ ലവ് കിഡ്സ്. അല്ലേ, തെറ്റിദ്ധരിക്കല്ലേ. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഒരെണ്ണം കൂടെ പറയാം അല്ലേ അവസാനം എന്ന് വിചാരിച്ചിട്ട്. അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയില്ലേ, അതിന് ഐ കാൺട്ട് മേക്ക് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ മീറ്റിംഗ് ആവണമെന്നില്ല, അപ്പോൾ നമ്മുടെ അത്താഴത്തിന് ക്ഷണിച്ചാൽ എന്താണ് അത്താഴത്തിന് നോക്കുമ്പോൾ എന്താണ് കഞ്ഞിയും പയറും അല്ലേ. ഉടനെ നമ്മൾ അയ്യോ സോറി കേട്ടോ, ഇന്ന് എന്തോ തിരക്ക് വന്നു, ഐ കാൺട്ട് മേക്ക് ഇറ്റ് ടു ഡിന്നർ ടു-നൈറ്റ്. അയ്യോ ഇന്ന് എനിക്ക് അത്താഴത്തിന് നിങ്ങളുടെ അത്താഴത്തിന് ക്ഷണിച്ചതാണ്, വരാൻ പറ്റില്ല കേട്ടോ, സോറി ഐ കാൺട്ട് മേക്ക് ഇറ്റ്. ആ സംഭവത്തിൽ ടു ഏതാണ്. ഇപ്പം മീറ്റിംഗ് ആണെങ്കിൽ ഐ കാൺട്ട് മേക്ക് ഇറ്റ് ടു ദ മീറ്റിംഗ് കേട്ടോ. ട്രാഫിക്കിൽ പെട്ടുപോയി, ഐ എം കോട്ട് അപ്പ് ഇൻ ട്രാഫിക്, ഐ കാൺട്ട് മേക്ക് ഇറ്റ് ടു ഡിന്നർ, അല്ലെങ്കിൽ ഐ കാൺട്ട് മേക്ക് ഇറ്റ് ടു ദ മീറ്റിംഗ്. ഓക്കെ. ഇനി ചില ആൾക്കാർ വലിയ കഥയൊക്കെ പറയും, എന്നിട്ട് അവസാനം പറയും ലോങ് സ്റ്റോറി ഷോർട്ട്. എന്ന് വെച്ചാൽ നിനക്കിപ്പോൾ 5 മിനിറ്റിൽ ഇറങ്ങണമല്ലേ, എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അത് ഞാൻ ചുരുക്കി പറയാം, ലോങ് സ്റ്റോറി ഷോർട്ട് അങ്ങനെ പറയും. ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ട്രെയിൻ മിസ്സായി അങ്ങോട്ട്, ഇങ്ങനെ കഥ കേട്ടിരുന്നിട്ട്. അതാണ് ആ കഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമായിരുന്നു. അപ്പോഴാണ് ഇയാൾക്ക് 5 മിനിറ്റിൽ ഫ്ലൈറ്റ് ഉണ്ട്, അത് ഇറങ്ങണം, എന്നാലേ എയർപോർട്ടിലേക്ക് പോകണം. ലോങ് സ്റ്റോറി ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ വി മിസ് ദ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ വി മിസ് ദ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാര്യം പറയണത്. അപ്പം തന്നെ അയാൾ ഓടും. അത് ശരിക്കും ലാസ്റ്റാണ്. അന്ന് അങ്ങോട്ട് നിർത്താമല്ലേ, ഇന്നത്തെ പരിപാടി നിർത്താം എന്ന് പറയാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ, ഇന്നത്തെ കാര്യം അവസാനിപ്പിക്കാം. അതിപ്പോൾ വൈകുന്നേരം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ ലെറ്റ്സ് കോൾ ഇറ്റ് എ നൈറ്റ്, അങ്ങനെയും പറയാം. എന്നുവെച്ചാൽ നമുക്ക് ജോലി നിർത്താമെന്നാണ് ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുമ്പോൾ അതിനർത്ഥം. കുറേ നമ്മൾ ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട്, വി ഹവ് ഡൺ ഇനഫ്, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ, നിർത്താം, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. ഓക്കെ, മനസ്സിലായില്ലേ. രാത്രി ഈവനിങ് ആണെങ്കിൽ നമ്മൾ കോൾ ഇറ്റ് എ നൈറ്റ് എന്ന് പറയാമെന്ന് പറയണത്. പൊതുവെ പണികൾ പകലല്ലേ ഉണ്ടാവാറ്, അപ്പോൾ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. അപ്പോൾ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ നിങ്ങൾക്ക് ഫ്രേസസ് വളരെ വളരെ ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്. നോട്ട് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഹാവ് ലോട്ട് ഓഫ് ഫൺ വിത്ത് ഇറ്റ്. ഓക്കെ, കുറേ ഉപയോഗിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ഹാവ് എ നൈസ് ഈവനിങ്. ബൈ ബൈ.